Hi students, 10th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസിനെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. വിക്ടേഴ്സിലും ധാരാളം ക്ലാസ്സുകൾ നിങ്ങൾ ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു. വിക്ടേഴ്സ് ചാനലിൽ സം വരെ കാണാനുള്ള മാർഗങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന്റെ ഭാഗമായി നമ്മൾ ടെക്സ്റ്റിലെ പേജ് നമ്പർ 18 എടുക്കുക. പേജ് നമ്പർ 18ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതുക. അതിനുശേഷം ഈ ടീച്ചർ ബോർഡിൽ ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ലുക്ക് അറ്റ് ദീസ് പിക്ചേഴ്സ്. ആ പിക്ചേഴ്സ് ഞാൻ ബോർഡിൽ വരച്ചിട്ടുണ്ട്. If the pattern is continued, do the numbers of the colored squares form an arithmetic sequence? Give reasons. ഇതിലെ കളേർഡ് സ്ക്വയേഴ്സിന്റെ നമ്പർ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഫോം ചെയ്യുമോന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റൈറ്റ് ദ റീസൺ ഓൾസോ. ഓക്കെ, നമ്മൾ ഇതുവരെ ചെയ്തു പോകുന്ന അതേ മെത്തേഡിൽ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. അപ്പൊ നമുക്കിതിലെ നമ്പേഴ്സ്, കളേർഡ് സ്ക്വയേഴ്സിന്റെ നമ്പേഴ്സ് ഒന്ന് കൗണ്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ആ സീക്വൻസ് ഒന്ന് എഴുതാം. ക്വസ്റ്റ്യൻ നന്നായി വായിക്കുക. The numbers of colored squares. The numbers of colored squares in the pattern equal to. ഇനി നമുക്ക് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. ഇവിടെ സ്മോൾ സ്ക്വയേഴ്സ് ആണുള്ളത്, അതെല്ലാം കൂടി ഒരു ബിഗ് സ്ക്വയർ ആയിട്ടുണ്ട്. പക്ഷെ ഇവിടെ കളേർഡ് സ്ക്വയേഴ്സ് എന്ന് പറയുമ്പോൾ ഈ സ്മോൾ സ്ക്വയേഴ്സ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ താഴെ 3 ഉണ്ട്, മുകളിലും 3 ഉണ്ട്. 3 + 3 6 ആയി. പിന്നെ 1 + 1 2. അപ്പൊ 6നോട് 2 ആഡ് ചെയ്യുമ്പോൾ ആദ്യത്തേതിൽ 8 ആണുള്ളത്. ഇനി സെക്കൻഡ് വൺ നോക്കുക. ഇവിടെ 4 + 4 8. 8 ഇവിടെ നോക്കുക 2 + 2 4 ആണ്. അപ്പോൾ 8 + 4 എത്ര വരും? 12. ഇനി ദ ലാസ്റ്റ് വണ്ണിൽ ഇവിടെ 5. അപ്പോൾ 10 ആണ് വന്നിരിക്കുന്നത്. 5 + 5 10. പിന്നെ ഇവിടെ 3 + 3 6. അപ്പോൾ നേരത്തെ 10 + 6 എന്ന് പറയുന്നത് 16. ഈ പാറ്റേൺ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവുകയാണ്. ഇനി ഇഫ് ദ പാറ്റേൺ ഈസ് കണ്ടിന്യൂഡ് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ എക്സെട്ര എന്ന് മാർക്ക് ചെയ്യണം. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതിനായി നമുക്ക് ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇതിന്റെ ഡിഫറൻസ് എന്താണെന്ന്. എന്നാലും നമുക്കൊന്ന് എഴുതാം. സെക്കൻഡ് ഡേ മൈനസ് ഫസ്റ്റ് ഡേ. 12 - 8 = 12 ന് 8 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 4. അതേപോലെ തേർഡ് ഡേ മൈനസ് സെക്കൻഡ് ഡേ. 16 - 12 = 4. ഇവിടെ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ്, അടുത്തടുത്ത ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഇവിടെ കോമൺ ഡിഫറൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അപ്പൊ നമുക്ക് എന്താണ് എഴുതേണ്ടത്? ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പോലെ ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് എഴുതേണ്ടത്? Yes, it is an arithmetic sequence because there exists common difference. നമ്മൾ ഈ കോമൺ ഡിഫറൻസ് എന്നതിനെ ഡി എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് മാർക്ക് ചെയ്യുന്നതൊക്കെ വിക്ടേഴ്സ് ചാനലിലൊക്കെ കണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി മുന്നോട്ടുള്ള ക്വസ്റ്റ്യനിലൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻ വരുമ്പോൾ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ദ തേർഡ് ക്വസ്റ്റ്യൻ ഓൺ പേജ് നമ്പർ 18. ഓക്കെ, ഫസ്റ്റ് ഐ റീഡ് ദ ക്വസ്റ്റ്യൻ. സീ ദ പിക്ചേഴ്സ് ബിലോ. ഓക്കെ, I have drawn on the board, and based on that there are 3 questions. The first one is,
how many small squares are there in each rectangle? Very simple one. And the second one is, how many large squares? If there is any doubt, okay, we can discuss. Then the third one, how many squares in all? Okay. Continuing this pattern, is each such sequence of numbers an arithmetic sequence? Okay. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതിനെ ബേസ് ചെയ്ത് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് മാത്രമല്ല ആ ആൻസേഴ്സ് കിട്ടുന്ന സീക്വൻസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒപ്പം ചെയ്തങ്ങ് പോകാം. ഓക്കെ, എല്ലാവരും നോട്ടില് ക്വസ്റ്റ്യൻ എഴുതുക, ഫിഗർ വരയ്ക്കുക. അതിനുശേഷമാണ് ടീച്ചർ പറയുന്ന കാര്യങ്ങൾ എഴുതേണ്ടത്. ആദ്യം സ്വന്തമായിട്ട് ട്രൈ ചെയ്യാൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത്. കിട്ടിയില്ലെങ്കിൽ മാത്രമേ ടീച്ചർ ചെയ്തത് നോക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അതിൽ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദെയർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കത് എഴുതാം. ഇവിടെ the number of small squares ഓരോ ഫിഗറിലും സ്മോൾ സ്ക്വയേഴ്സിന്റെ നമ്പർ ഇവിടെ 2, here 4, here 6, here 8. And it is continuing. Okay. അപ്പൊ നമുക്ക് ഇവിടുന്ന് തന്നെ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. നമ്മളിത് ഓൾറെഡി ഈവൻ നമ്പേഴ്സിന്റെ സീക്വൻസ് ആയിട്ട് നമ്മൾ ചെയ്തതാണ്. അതുകൊണ്ട് ഞാനിവിടെ കൂടുതലായിട്ട് ടേംസിന്റെ ഡിഫറൻസിനെ ഒന്നും പറ്റി പറയുന്നില്ല. നമുക്കറിയാം ടേം ഡിഫറൻസ് ഇവിടെ എത്രയാണ് വരുന്നത്, 2 ആണ് വരുന്നത്. അപ്പോൾ ഇത് എന്താണ്, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് അല്ലേ? നമ്മൾ എന്താണ് എഴുതുക? യെസ്, ഇറ്റ് ഈസ് ആൻ arithmetic sequence because there exists common difference. അപ്പോൾ അതുപോലെ തന്നെ നമ്മളോട് ചോദിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ കോമൺ ഡിഫറൻസ് ഉള്ള ടീച്ചറിന് ഡി എന്ന് എഴുതുകയാണ്. ഡി ഈക്വൽ ടു ഡി എത്രയാണ് ഇവിടെ? നമുക്ക് ടേംസിന്റെ ഡിഫറൻസ് ഒക്കെ സെയിം ആണ്. കോമൺ ഡിഫറൻസ് എത്രയാണ് വരിക? 2 ആണ്. ഇവിടെ ചോദിച്ചിട്ടൊന്നുമില്ല കോമൺ ഡിഫറൻസ്, അപ്പൊ അതുകൊണ്ട് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഈ ഡി ഈക്വൽ ടു 2 എന്നുള്ളത് ഇവിടെ ലാസ്റ്റ് എഴുതാതെ ഇവിടെ വേണമെങ്കിലും എഴുതാം. അടുത്ത വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഇതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം, സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം. ഓക്കെ, സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ് എന്നാണ്. എന്താണ് ഇവിടെ ലാർജ് സ്ക്വയർ എന്ന് മീൻ ചെയ്യുന്നത്? ഓക്കെ, ഈ ഫസ്റ്റ് ഫിഗർ ശ്രദ്ധിക്കുക. ഇതിൽ സ്മോൾ സ്ക്വയർ നമുക്ക് മനസ്സിലായി. ലാർജ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ ഫിഗർ ആണെങ്കിൽ ഇതൊരു സ്ക്വയർ അല്ല, ഇത് ഒരു റെക്ടാംഗിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് ഫിഗറിലെ ലാർജ് സ്ക്വയേഴ്സിന്റെ എണ്ണം എത്രയാണ്? യെസ്, അവിടെ ലാർജ് സ്ക്വയർ ഇല്ല. അതുകൊണ്ട് തന്നെ ആ ലാർജ് സ്ക്വയറിന്റെ എണ്ണം നമുക്ക് എഴുതാം. ഒന്ന് ചുരുക്കി എഴുതുകയാണ്. നമ്പർ ഓഫ് ലാർജ് സ്ക്വയേഴ്സ് ഈക്വൽ ടു, ഇവിടെ ആദ്യത്തേതിൽ ലാർജ് സ്ക്വയർ ഇല്ല, അതുകൊണ്ട് അതിന്റെ നമ്പർ എന്ന് പറയുന്നത് 0 ആണ്. ഇനി ഈ സെക്കൻഡ് ഫിഗർ നോക്കുക. യെസ്, ഇറ്റ്സ് എ സ്ക്വയർ. അപ്പോൾ ഇവിടെ എത്ര ലാർജ് സ്ക്വയർ ഉണ്ട്? 1. ഓക്കെ, ദെൻ ദ തേർഡ് പിക്ചർ. ഇതിലെ ലാർജ് സ്ക്വയേഴ്സിന്റെ എണ്ണം നന്നായി ശ്രദ്ധിക്കുക. നമുക്കിത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇതാ ഇത് ഒരു ലാർജ് സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ എത്ര ലാർജ് സ്ക്വയർ ഉണ്ട്? 1 ലാർജ് സ്ക്വയർ ഉണ്ട് എന്ന് ഉറപ്പിച്ചു. അതേപോലെ തന്നെ ഇനി വീണ്ടും നോക്കൂ, ഇതും ഒരു ലാർജ് സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ എത്ര ലാർജ് സ്ക്വയേഴ്സ് ഉണ്ട്? 2 ലാർജ് സ്ക്വയേഴ്സ് ഉണ്ട്. ഇനി നമുക്ക് ഇവിടെ നോക്കാം, ഇവിടെ എത്ര ലാർജ് സ്ക്വയേഴ്സ് ഉണ്ട്? ഇവിടെ 1, അതേപോലെ 2. ഇനി വീണ്ടും ഇവിടേക്ക് നോക്കൂ, 3. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. ഇതും ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിന്റെ ഡിഫറൻസ്, എല്ലാ ടേംസിന്റെയും ഡിഫറൻസ് എത്രയായിട്ടാണ് വരുന്നത്? അടുത്തടുത്ത ടേംസിന്റെ ഡിഫറൻസ് 1 ആണ് വരുന്നത്. അതുകൊണ്ട് ഇതിന് താഴെയും നമ്മൾ എന്ത് എഴുതണം? യെസ്,
it is an arithmetic sequence because there exists common difference. ഇനി അതിനു മുന്നേ നമുക്ക് ഡി ഒന്ന് ഇവിടെ മീരയ്ക്ക് എഴുതുകയും ചെയ്യാം. കോമൺ ഡിഫറൻസ് ഉണ്ട് എന്നറിയുന്നതുകൊണ്ട് ഇവിടെ കോമൺ ഡിഫറൻസ് 1 എന്ന് കൂടി എഴുതാം. അതിന് താഴെ എഴുതിയാൽ മതി yes it is an arithmetic sequence because there exists common difference എന്ന്. ഇനി ഇതിന്റെ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ എന്ന് വെച്ചാൽ അവിടെ സ്മോൾ സ്ക്വയേഴ്സ് ആയിട്ടും ലാർജ് സ്ക്വയേഴ്സ് ആയിട്ടും എല്ലാം കൂടെ കൂടി എത്ര സ്ക്വയേഴ്സ് ഉണ്ട് എന്നാണ്. അതായത് വേറൊന്നുമല്ല, ഇതിന് ഈ സീക്വൻസിലെ ഈ സ്ക്വയറിന്റെ നമ്പറും ഈ സീക്വൻസിലെ ഈ സ്ക്വയർ അതായത് ലാർജ് സ്ക്വയറിന്റെ നമ്പറും സ്മോൾ സ്ക്വയറിന്റെ നമ്പറും കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും ഇവിടുത്തെ ഓൾ സ്ക്വയേഴ്സിന്റെ നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എഴുതാം ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ. നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഇൻ ഓൾ ഈക്വൽ ടു, ടീച്ചർ പറഞ്ഞു ഇതിന്റെ കൂടി ആഡ് ചെയ്താൽ മതി 0+2 എന്നുള്ളത്. അപ്പൊ നോക്കാം, ഇവിടെ സ്മോൾ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ലാർജ് സ്ക്വയർ ഇല്ല. അപ്പൊ തീർച്ചയായിട്ടും 2+0 എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 2 ആണ്. ഇനി അടുത്തതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഇത് പ്രകാരം എന്താണ് വന്നിരിക്കുന്നത്? 4+1 എന്ന് പറയുന്നത് 5 ആണ് അല്ലെ? ഇവിടെയും കൂടി നോക്കാം. എത്ര സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ട്? 1 2 3 4. 4 സ്മോൾ സ്ക്വയേഴ്സും 1 ലാർജ് സ്ക്വയറും ഉണ്ട്. അപ്പോൾ ഇതിന്റെ നമ്പർ എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് രണ്ടും ആഡ് ചെയ്താൽ മതി എന്നുള്ളത്. 2+0 2 എഴുതി, 4+1 എന്ന് പറയുന്നത് 5. അതേപോലെ ഇതിൽ 6+2 എന്ന് പറയുന്നത് 8, 8+3 എന്ന് പറയുന്നത് 11. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ഇനി നമുക്ക് ഇവിടെയും ഡിഫറൻസ് നോക്കാം. കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡി എന്ന് എഴുതാൻ ഇവിടെ സാധിക്കുകയുള്ളൂ. ഇവിടെ എത്ര വീതമാണ് ഇൻക്രീസ് ചെയ്യുന്നത്? ഇവിടെ 3 ആണ് ഇൻക്രീസ് ചെയ്യുന്നത്, ഇവിടെയും 3 ആണ് ഇൻക്രീസ് ചെയ്യുന്നത്, ഇവിടെയും 3 ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാം? ഡി ഈക്വൽ ടു 3. അതായത് ഇവിടെ കോമൺ ഡിഫറൻസ് ആയിട്ട് 3 ഉണ്ട് എന്നാണ് മീനിങ്. ഇനി ഇതിന്റെ കൺക്ലൂഷനിലേക്ക് പോകാം. അതും ഇവിടെ താഴെ എഴുതുക. നേരത്തെ എഴുതിയ പോലെ തന്നെ യെസ് ഇറ്റ് ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ബിക്കോസ് there exists common difference. പേജ് നമ്പർ 18 ക്വസ്റ്റ്യൻ നമ്പർ 4ഉം അതേപോലെ പേജ് നമ്പർ 19 ക്വസ്റ്റ്യൻ നമ്പർ 5ഉം നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് വിവരം പറയുക. ഓക്കെ, ഇനി പേജ് നമ്പർ 19 6th ക്വസ്റ്റ്യനിലേക്ക് പോകും. The algebraic expression of a sequence is xn equal to n³ minus 6n square plus 13n minus 7. അങ്ങനെയാണെങ്കിൽ എന്താണ് ബാക്കി നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ഈസ് ഇറ്റ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്? ഇവിടെ സീക്വൻസ് തന്നിട്ടില്ല. തന്നിരിക്കുന്നത് ഈ സീക്വൻസിന്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ മാത്രമാണ്. അതായത് nth ടേം ആണ് തന്നിരിക്കുന്നത്. അപ്പൊ സീക്വൻസ് ഉണ്ടാക്കി നോക്കിയാൽ മാത്രമേ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. അപ്പൊ ഈ ഓൾജിബ്രൈക് എക്സ്പ്രഷനിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ സീക്വൻസ് ഉണ്ടാക്കുക? xn എന്ന് പറഞ്ഞാൽ nth ടേം. അപ്പോൾ ഫസ്റ്റ് ടേം കിട്ടാൻ എന്ത് ചെയ്യണം? n-ന്റെ പ്ലേസിൽ 1 എന്ന നമ്പർ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ xn എന്ന് പറയുന്നതിന് പകരം x1 എന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നു. ഇവിടെയും ഇപ്പോൾ n-ന്റെ പ്ലേസിൽ 1 ഇട്ട് കൊടുക്കുക. നമുക്കത് ചെയ്യുന്നു. ഫസ്റ്റ് ടേം കിട്ടാൻ വേണ്ടി x1 ഈക്വൽ ടു 1³ മൈനസ് 6 into 1 square plus 13 into 1 minus 7 equal to 1³ എത്ര തന്നെയാണ്? 1 into 1 into 1 that is 1 minus 6 into 1 square 1 plus 13 into 1 minus 7 equal to 1 minus 6 into 1 എത്രയാണ്? 6 plus 13 into 1 13 minus 7. ഇവിടെ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഇവിടെ എന്താ ഒറ്റ നോട്ടത്തിൽ നമുക്ക് 1 minus 6 ചെയ്തുകൂടെ എന്ന് തോന്നും. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ബോഡ്മാസ് റൂൾ അനുസരിച്ചാണ് നമ്മൾ ഓപ്പറേഷൻസ് ചെയ്യേണ്ടത്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞ ശേഷം മാത്രമേ എന്താണ് അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെ വന്നു. ഇനി പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇതിൽ ടീച്ചർ ഇനി ചെയ്യാൻ പോകുന്നത്
പോസിറ്റീവ് സൈൻ ഉള്ളതെല്ലാം ഒരുമിച്ച് എഴുതുന്നു, പിന്നെ നെഗറ്റീവ് ഉള്ളതെല്ലാം ഒരുമിച്ച് എഴുതുന്നു. ഇവിടെ പോസിറ്റീവ് സൈൻ ഉള്ളത് 1-നും 13-നുമാണ്. അപ്പോൾ നമ്മൾ എഴുതുന്നത് 1 + 13. ഇനി നെഗറ്റീവ് സൈൻ ഉള്ളതെല്ലാം ഒരുമിച്ച് എഴുതുന്നു, -6 -7. ഇനി പോസിറ്റീവ് സൈൻ ഉള്ളതെല്ലാം ആഡ് ചെയ്യുന്നു, എന്ത് വരുന്നു? 1 + 13 എന്താണ്? 14. ഇനി -6 -7 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അത് തന്നെ ചെയ്യുന്നു. എന്താണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്? 13. ഇനി അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 1. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 1 എന്നാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഡബിൾ ലൈൻ ഇടണ്ട, സിംഗിൾ ലൈൻ ഇട്ട് കൊടുക്കാം. 1 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഞാൻ റബ്ബ് ചെയ്തിട്ട് സെക്കൻഡ് ടൈമിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ x2 = x2 എന്നുള്ളതിന് 2³ - 6 × 2² + 13 × 2 - 7. 2³ is 2 × 2 × 2, that is 8, -6 × 2² is 4, plus 13 × 2 - 7. വീണ്ടും 8 - 6 എഴുതാൻ തോന്നും, പക്ഷെ ചെയ്യാൻ പാടില്ല. ഇവിടെ മൾട്ടിപ്ലിക്കേഷന്റെ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. 6 × 4 24 plus 13 × 2 26 - 7. ഇനി പോസിറ്റീവ് ഉള്ളതെല്ലാം അടുപ്പിച്ചടുപ്പിച്ച് എഴുതുന്നു, അത് 8 plus 26. ഇനി നെഗറ്റീവ് ഉള്ളത് -24 - 7. ഇനി 26 + 8 നമ്മൾ ചെയ്യുന്നു, എത്രയാണ് വരിക? 34. ഇനി ഇതിന്റെ ആൻസർ എത്രയാണ് വരിക? -24 - 7. എന്താണ് ആൻസർ വരിക? -31. That's equal to 34 - 31 is 3 എന്ന് കിട്ടുന്നു. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 1-ഉം സെക്കൻഡ് ടൈം എന്ന് പറയുന്നത് 3-യും കിട്ടിയിരിക്കുന്നു. ഇനി നമ്മൾ തേർഡ് ടൈമിലേക്ക് പോവുകയാണ്. x3 = 3³ - 6 × 3² plus 13 × 3 - 7. What is 3³ 3³ is 3 × 3 × 3. 3 × 3 is 9. 9 × 3 is 27. 27 - 6 × what is 3² 9 plus 13 × 3, that is നമുക്ക് അങ്ങനെ തന്നെ എഴുതാം അല്ലേ? കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അങ്ങനെയാണ് എഴുതിയത്. 13 × 3 - 7, that is 27, and 6 × 9 54 plus 13 × 3 39 - 7. ഇനി പോസിറ്റീവ് ഉള്ളത് അടുപ്പിച്ച് എഴുതുന്നു. 27 plus 39 - 54 - 7. 27 plus 39 എന്താണ് ഇതിന്റെ ആൻസർ വരിക? 66. ഇനി ഇതിന്റെ ആൻസർ എന്താണ് വരിക? -61. That's equal to ഇവിടെ എന്താണ് മൈനസ് ചെയ്താൽ കിട്ടുക? 5 ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് x4 കൂടി ഒന്ന് നോക്കാം. ഇതൊന്ന് ചെയ്ത് പ്രാക്ടീസ് ആവുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇപ്പോൾ നോക്കുന്നത്. x4 എഴുതുന്നു. x4 4³ - 6 × 4² plus 13 × 4 - 7. ഓൾറെഡി ഇവിടെ ഈക്വൽ സൈൻ ഒക്കെ എഴുതി ഇട്ടത് മായ്ക്കാൻ വിട്ടു, അപ്പൊ പിന്നെ വീണ്ടും എഴുതുന്നില്ല. 4³ 4³ ആൻസർ എത്രയാണ്? 4 × 4 × 4. 4 × 4 എന്ന് പറയുന്നത് 16 ആണ്. 16 × 4 എന്ന് പറയുന്നത് 64 മൈനസ് 6 × 4² എത്ര വരുന്നു? 16 പ്ലസ് 13 × 4 - 7. 64
മൈനസ് 16 into 6. എന്താണ് 16 into 6ന്റെ ആൻസർ വരിക? പറയൂ. ധാരണയില്ലാത്തവര് 16 into 6 എഴുതി ചെയ്യാന് ഇനി യാതൊരു മടിയുടെയും ആവശ്യമില്ല. 36, 3 എത്ര വരുന്നു? 6 into 1 6 plus 3 96. 96 plus 13 into 4. 13 into 4ന്റെ ആൻസർ എത്രയാണ്? അത് നമുക്ക് എഴുതി ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല, നമുക്ക് ഗസ് ചെയ്യാവുന്നതേ ഉള്ളൂ. 13 into 2 എത്രയാണ്? 13 into 2 പറയും. 26 ആണ് 13 into 2. 13 into 4 എന്ന് പറയുമ്പോൾ അതിന്റെയും ഡബിൾ ആണ് വരിക. അപ്പൊ എന്താ വരിക? 26ന്റെ ഡബിൾ എന്ന് പറയുന്നത് 52. എന്നിട്ടും ധാരണയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ചെയ്തു നോക്കുക. അപ്പോൾ 52 മൈനസ് 7. ഇനി പോസിറ്റീവ് ആയത് അടുപ്പിച്ചടുപ്പിച്ച് എഴുതുന്നു. 64 പ്ലസ് 52 മൈനസ് 96 മൈനസ് 7. ഇനി 64 പ്ലസ് 50 ഇതൊക്കെ സാധാരണ കാൽക്കുലേഷൻ, മാനുവൽ കാൽക്കുലേഷൻ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അത് അറിയാത്തവർ മാത്രം എഴുതി ചെയ്യുക. 64 പ്ലസ് 52 6. ഓക്കെ, then 116 മൈനസ് ഇനി 96 മൈനസ് 96 മൈനസ് 7. അത് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ, ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ന് വിചാരിച്ച് എഴുതുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിന്റെ ആൻസർ എന്താണ്? 310 103. അപ്പോൾ 116 മൈനസ് 103 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ് വരിക? എന്താണ് വരിക? പറയൂ. 13. അപ്പോൾ ഇനി നമുക്ക് കിട്ടിയ സീക്വൻസ് നമുക്കൊന്ന് എഴുതി നോക്കാം. ടീച്ചർ ഇതൊന്ന് റബ്ബ് ചെയ്യാണ്. നമുക്ക് കിട്ടിയ സീക്വൻസ് ഒന്ന് എഴുതി നോക്കാം. The sequence equal to, സീക്വൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം ആയിട്ട് കിട്ടിയ നമ്പർ ആണ് നമ്മൾ ആദ്യമായിട്ട് എഴുതേണ്ടത്. എന്താണ് നമുക്ക് ഈ ഫസ്റ്റ് ടേം ആയിട്ട് x1 എന്ന് കിട്ടിയത്? ഏതാണ്? 1. ഇനി അതേപോലെ x2 നമുക്ക് കിട്ടിയത് എത്രയാണ്? 3. അതുപോലെ x3 കിട്ടിയത് 5, x4 കിട്ടിയത് 13 എക്സെട്ര. ഇവിടെ ഒരു പ്രത്യേകത എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇതിൽ നമ്മൾ മടി പിടിച്ച ആദ്യത്തെ 3 ടേംസ് മാത്രമാണ് കണ്ടിരുന്നതെങ്കിൽ ഇത് എന്താകുമായിരുന്നു? ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആകുമായിരുന്നു. നമ്മള് 4th ടേമും കൂടി ക്ഷമയോടെ കണ്ടതുകൊണ്ടാണ് നമുക്കിതിന്റെ ആ ഒരു ആദ്യത്തെ 3 ടേംസ് ഓക്കെ ആയാലും പിന്നെ 4th ടേമിൽ വേണമെങ്കിലും ചേഞ്ച് സംഭവിക്കാം എന്ന ഒരു ധാരണ നമുക്ക് വരുന്നത്. ശ്രദ്ധിച്ചോളൂ, ഇവിടെ ഡിഫറൻസ് എത്രയാണ്? 2. ഇവിടെ എത്രയാണ്? 2. ഇവിടെ 2 ആണോ? അല്ല. അപ്പൊ അതുകൊണ്ട് ഇത് എന്തല്ല, ഇത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. അപ്പൊ നമുക്ക് എന്തെഴുതാം? ഇത് നോ, ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ബിക്കോസ് there does not exist common difference okay. ഇനി നമുക്ക് പേജ് നമ്പർ 21 ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അത് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ധാരണയായിട്ടുണ്ട് കോമൺ ഡിഫറൻസ് കാണുന്നതിന് വേണ്ടി അടുത്തടുത്ത ടേംസിന്റെ ഡിഫറൻസ് അല്ല മാത്രം നോക്കാതെ തന്നെ വേറെ മാർഗമുണ്ട്. കോമൺ ഡിഫറൻസ് കാണാൻ ടേം ഡിഫറൻസിനെ പൊസിഷൻ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി എന്ന് നിങ്ങൾ വളരെ വൃത്തിയായിട്ടുള്ള ക്ലാസ് വിക്ടേഴ്സ് ചാനലിൽ കണ്ടു. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഞാനതൊന്ന് എഴുതുന്നു. കോമൺ ഡിഫറൻസ് എന്നുള്ളതിന് ഡി എന്നാണല്ലോ നോട്ട് ചെയ്യുന്നത്. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ഒന്ന് ഷോർട്ട് ആക്കിയിട്ടുണ്ടെന്ന് മാത്രം. അപ്പോ കോമൺ ഡിഫറൻസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ
പൊസിഷൻ ഡിഫറൻസ്. അപ്പൊ അത് ഉപയോഗിച്ച് നമ്മൾ പേജ് നമ്പർ 21 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അതില് 6 ക്വസ്റ്റ്യൻസ് സബ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. 4 ടേംസ് ആണ്, ഓരോ സീക്വൻസിലെ 4 ടേംസ് ആണ് തന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞു തരുന്നില്ല. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്കാണ് വരുന്നത്. ക്വസ്റ്റ്യൻ വായിക്കാം. The terms in 2 positions of some arithmetic sequences are given below. Write the first 5 terms of each. ഓരോന്നിന്റെയും ഫസ്റ്റ് 5 ടേംസ് ആണ് നമുക്ക് എഴുതേണ്ടത്. അപ്പൊ നമുക്ക് അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. The first one is third term equal to 34. തേർഡ് ടേം എന്നുള്ളതിന് ഞാൻ x3 എന്ന് എഴുതുന്നു. x3 equal to 34. അതേപോലെ തന്നെ സിക്സ്ത് ടേം ഈക്വൽ ടു 67. x6 ഈക്വൽ ടു 67. നമുക്കിതിൽ നിന്ന് ആദ്യത്തെ 5 ടേംസിലേക്ക് പോകണമെങ്കിൽ കോമൺ ഡിഫറൻസ് കാണണം. ഓക്കെ, സോ അതിൽ നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നു. കോമൺ ഡിഫറൻസ് ഈക്വൽ ടു ടേം ഡിഫറൻസ്. എന്താണ് ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ? ഒന്നുകൂടി പറഞ്ഞു തരാം. ടേംസ് എന്ന് പറഞ്ഞാൽ സീക്വൻസിലെ ഓരോ ടേംസ് ആണ് ഈ തന്നിരിക്കുന്ന 34ഉം 67ഉം. അപ്പൊ അതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 67 മൈനസ് 34 എന്നാണ് വരിക. ഇനി പൊസിഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാലോ, നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട് x6 x3. x6 എന്ന് പറഞ്ഞാൽ 6th പൊസിഷനിലെ ടേം ആണ് 67, തേർഡ് പൊസിഷനിലെ ടേം ആണ് 34. അപ്പോൾ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് 6 മൈനസ് 3 ആണ്. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് ടേം ഡിഫറൻസ്. ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 67 മൈനസ് 34 ഡിവൈഡഡ് ബൈ, ഇനി പൊസിഷൻ ഡിഫറൻസ് 6 മൈനസ് 3 ഈക്വൽ ടു 67ൽ നിന്ന് 34 മൈനസ് ചെയ്യുന്നു. എന്താണ് ആൻസർ വരിക? 33. സോ 33 ഡിവൈഡഡ് ബൈ 6 മൈനസ് 3. എന്താണ് ഇവിടെ ആൻസർ വരിക? 3 എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 33 വരിക? 11. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് 11 ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ സീക്വൻസിന്റെ ടേംസ് നമുക്കൊന്ന് എഴുതാം. അപ്പോൾ ഇവിടെ x3 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ നിന്ന് x2 എങ്ങനെ കാണാൻ സാധിക്കും? പറയൂ. x3യിൽ നിന്ന് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താൽ x2 കാണാൻ സാധിക്കും. x3 എത്രയാണ്? 34 മൈനസ് 11. പറയൂ എത്രയാണെന്നുള്ളത്? 23. അതേപോലെ തന്നെ നമുക്ക് x1 കാണാം. x2ൽ നിന്ന് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യുക. 23 മൈനസ് 11 ഈക്വൽ ടു 12. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പൊ x2 കണ്ടു, x1 കണ്ടു, x3 തന്നിട്ടുണ്ട്. ഇനി x4 കാണാം. എങ്ങനെ x4 കാണും? x3യോടുകൂടി കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യും. ഇതിങ്ങനെ അല്ലാതെയും കാണാൻ പല മാർഗങ്ങളുണ്ട്. പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു മാർഗം, നിങ്ങൾക്ക് തോന്നുന്ന ഒരു മാർഗം ഞാൻ എഴുതി എന്നേ ഉള്ളൂ. കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് മറ്റു മാർഗങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ എഴുതുന്നു x4 ഈക്വൽ ടു x3. x3 എത്രയാണ്? 34 പ്ലസ് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് കണ്ടിട്ടുണ്ട്. 34 പ്ലസ് 11 എത്രയാണ്? 45. ഇനി ഒരു ടേം കൂടിയേ കാണാനുള്ളൂ, അത് x5 ആണ്. x5 കാണാനും എന്ത് ചെയ്യുക? 4th ടേമിനോട് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. 45 പ്ലസ് 11 ഈക്വൽ ടു 56. അപ്പൊ ഈ കിട്ടിയ ടേംസ് എല്ലാം നമ്മൾ എടുത്തെഴുതുക മാത്രമേ ഇനി ആവശ്യമുള്ളൂ. The sequence equal to ഇനി ഇതിൽ ഏതാണ് ആദ്യം എഴുതേണ്ടത്? x1 ആണ് ആദ്യം എഴുതേണ്ടത്. ഫസ്റ്റ് ടൈം ആണ് ആദ്യം എഴുതേണ്ടത്. 12. ഇനി എഴുതേണ്ടത് x2 ആണ്. 23. ഇനി തേർഡ് ടൈം ആണ്, അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 34. അടുത്തത് x4 ആണ്. 45. അടുത്തത് 56 എക്സെട്ര. ഇത്രയുമാണ് നമ്മൾ. ഇനി സെക്കൻഡ് സബ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിൽ തന്നിരിക്കുന്നത് തേർഡ് ടൈമും 6th ടൈമും തന്നെയാണ് അതിലും തന്നിരിക്കുന്നത്. നമുക്ക് എഴുതാമത് x3 ഈക്വൽ ടു
43 and x6 equal to 76. തേർഡ് ടേമും തന്നിട്ടുണ്ട്, സിക്സ് ടേമും തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെയും നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ കോമൺ ഡിഫറൻസ് കാണാൻ പോവുകയാണ്. കോമൺ ഡിഫറൻസ് കാണുന്നു. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ്, ടേംസ് എന്ന് പറയുന്നത് 43ഉം 76ഉമാണ്. അപ്പോൾ അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 76 മൈനസ് 43 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. പൊസിഷൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 6ഉം 3ഉമാണ്. 6th പൊസിഷനിലും 3rd പൊസിഷനിലും ഉള്ള ടേംസ് ആണ് ഇവർ രണ്ടുപേരും. അപ്പോ 6 മൈനസ് 3 ഈക്വൽ ടു 76 മൈനസ് 43. എന്താണ് ആൻസർ വരിക? 3. നേരത്തെ ചെയ്ത പോലെ തന്നെ ആൻസർ എത്തി അല്ലേ? 33 ഡിവൈഡഡ് ബൈ 3. ഇവിടെയും എന്താണ് കോമൺ ഡിഫറൻസ് കിട്ടുന്നത്? 11. ഇനി നമ്മൾ കഴിഞ്ഞതിൽ കണ്ട പോലെ തന്നെ x3 തന്നു കഴിഞ്ഞാൽ നമ്മൾ x2 കാണുന്നു. x3യിൽ നിന്ന് x1ലേക്ക് പോവാനും ഡയറക്റ്റ് ആയിട്ട് പോവാനും നമുക്ക് മാർഗമുണ്ട്. എന്താണ് ആ മാർഗമുള്ളത്? x3യിൽ നിന്ന് 2 കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ x1ലേക്ക് പോവാനും സാധിക്കും. അപ്പോൾ നമുക്ക് x2 ഒന്ന് കാണാം. 43 മൈനസ് 11 32. ഇനി നമുക്ക് x1 കാണാം. 32 മൈനസ് 11 21. അപ്പൊ നമ്മള് x1 കണ്ടു, x2 കണ്ടു, x3 തന്നിട്ടുണ്ട്. ഇനി x4ലേക്ക് പോകുന്നു. 43 പ്ലസ് 11 54. ഇനി x5ലേക്ക് പോകുന്നു. 54 പ്ലസ് 11 65. ഇനി നമ്മൾ ആ സീക്വൻസ് എഴുതാൻ പോകുന്നു. ദ സീക്വൻസ് ഈക്വൽ ടു, ആദ്യം എഴുതേണ്ടത് x1 ആണ് 21, ഇനി x2 32, x3 43, x4 54 and then x5, that is 65. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2ലെ 3rd, 4th, 5th ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനുള്ളത്. 3rd, 4th നിങ്ങൾ തന്നെ ട്രൈ ചെയ്യുക, സിമ്പിൾ ആണ്. ഇനി 5th ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോകാം. കാരണം 5th ക്വസ്റ്റ്യനിൽ നമുക്ക് മനസ്സിലാകുന്നത് ഇത് നമ്മളെ ഇൻക്രീസിംഗ് ആയിട്ടാണ് ടേംസ് കണ്ടുകൊണ്ടിരുന്നത്. ഇനി ഡിക്രീസിംഗ് ആയിട്ട് ടേംസ് നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന്റെ 5th ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ടേം 5 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് x2 ഈക്വൽ ടു 5. ഇനി പറഞ്ഞിരിക്കുന്നത് 5th ടേം എന്ന് പറയുന്നത് 2 ആണ്. x5 ഈക്വൽ ടു 2. ഇനി ഇങ്ങനെ x2 5, x5 2, അതായത് പൊസിഷനും ടേമും ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും വരുന്ന സീക്വൻസിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അതിന്റെ കോമൺ ഡിഫറൻസിന് എപ്പോഴും ഇങ്ങനെ ഏത് സീക്വൻസ് ആയാലും അതിന്റെ കോമൺ ഡിഫറൻസിന് ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. നിങ്ങൾ തന്നെ അത് പല ക്വസ്റ്റ്യൻ ഇട്ടൊന്ന് നോക്കുക. അപ്പോൾ എന്താണ് ആ കോമൺ ഡിഫറൻസ് എന്ന് നിങ്ങൾക്ക് കിട്ടും. നമുക്ക് തൽക്കാലം ഇത് നോക്കാം. ഇനി ഇതിന്റെ കോമൺ ഡിഫറൻസ് നമ്മൾ കാണുന്നു. d ഈക്വൽ ടു ടേം ഡിഫറൻസ്. ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇവിടെ ടേംസ് എന്ന് പറയുന്നത് 5ഉം 2ഉം ആണ്. അപ്പൊ നമുക്ക് കാണുമ്പോൾ തോന്നും 5 മൈനസ് 2 എഴുതാൻ തോന്നും. പക്ഷെ എഴുതാൻ പാടില്ല. ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് ആ 5th ടേമിൽ നിന്ന് സെക്കൻഡ് ടേം ആണ് മൈനസ് ചെയ്യുന്നത്. അതുകൊണ്ട് 2 മൈനസ് 5 മാത്രമേ എഴുതാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് 5 മൈനസ് 2 ആണ്. നമ്പേഴ്സ് കാണുമ്പോൾ തന്നെ ഒരു രസം തോന്നുന്നുണ്ട്. 2 മൈനസ് 5. എന്താണ് 2 മൈനസ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -3 ഡിവൈഡഡ് ബൈ 5 മൈനസ് 2. 5 മൈനസ് 2 എന്ന് പറയുന്നത് 3. ഇവിടെ 3 ക്യാൻസൽ ചെയ്യുന്നു. നമുക്ക് ആൻസർ എന്താണ് കിട്ടുന്നത്? -1 ആണ് ഇതിന്റെ കോമൺ ഡിഫറൻസ് കിട്ടുന്നത്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ പൊസിഷനും ടേമും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു വരുന്ന ഏതൊരു സീക്വൻസിന്റെയും കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് -1 ആയിരിക്കും. അപ്പൊ നമുക്കിതിന്റെ മറ്റു ടേംസിലേക്ക് കടക്കാം. അപ്പോൾ x1 ആണ്. ഇവിടെ x2 തന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് x1 ആദ്യം കാണാം. 5 മൈനസ്
ഇനി എഴുതേണ്ട -1 ആണ്. ഈക്വൽ ടു 5. എന്താണ് ഇവിടെ വരിക? നെഗറ്റീവ് ഓഫ് നെഗറ്റീവ്, ദാറ്റ് ഈസ് പോസിറ്റീവ്. 5 + 1 എന്താണ് ആൻസർ വരിക? 6 ആണ് വരിക. അപ്പോൾ x1 എന്ന് പറയുന്നത് 6 കിട്ടി. x2 ഇവിടെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് x3 കാണാം. x3 കാണുന്നത് എങ്ങനെയാണ്? x2വിനോട് കൂടി കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് മൈനസ് ചെയ്തത്? x1 ആണ് കാണേണ്ടിയിരുന്നത്. സെക്കൻഡ് ടേം തന്നിട്ട് ഫസ്റ്റ് ടേം കാണുമ്പോൾ നമ്മൾ കോമൺ ഡിഫറൻസും മൈനസ് ചെയ്യുന്നു. എന്നാൽ സെക്കൻഡ് ടേം തന്നിട്ട് തേർഡ് ടേം ആണ് കാണാൻ പറയുന്നതെങ്കിൽ നമ്മൾ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ x3 എന്ന് പറയുന്നത് 5 പ്ലസ് എന്താണ് കോമൺ ഡിഫറൻസ്? -1. ഇവിടെ എന്താണ് വരിക? 5. ഇവിടെ പ്ലസ് ആണോ മൈനസ് ആണോ വരിക? ധൃതി പിടിച്ച് എഴുതാൻ പാടില്ല. എന്താണ് ഇവിടെ വരിക? പ്ലസ് ഇൻറ്റു മൈനസ് എന്നാണ് മീൻ ചെയ്യുന്നത്. നമുക്കറിയാം എന്താണ് അതിന്റെ മീനിങ്? -1. 5 - 1 എന്ന് പറയുന്നത് 4 ആയി. ഇനി x4 ആണ് കാണാൻ പോകുന്നത്. x4 ഇതേപോലെ തന്നെ x3 എടുക്കുക. 4 പ്ലസ് -1 ഈക്വൽ ടു 4 - 1 ഈക്വൽ ടു 3. ഇനി നമുക്ക് സീക്വൻസ് എഴുതാം. സീക്വൻസ് ഈക്വൽ ടു ആദ്യം നമുക്ക് ഫസ്റ്റ് ടേം എഴുതാം 6. ഇനി സെക്കൻഡ് ടേം 5, തേർഡ് ടേം 4, ഫോർത്ത് ടേം 3, ഫിഫ്ത്ത് ടേം ഇവിടെ തന്നിട്ടുണ്ട് 2, എക്സെട്ര. ഓക്കെ, നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് വീണ്ടും അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.